മത്തങ്ങക്ക് എന്താ വില? 18 രൂപ. ഇന്നലെ വില ചോദിച്ചിട്ട് പോയതല്ലേ. 18 രൂപയോ? നിങ്ങൾ ദുബായാ? പുതിയ തക്കാളി വന്നിട്ടുണ്ടോ? ഇവിടെ പഴയതൊന്നുമില്ല, പുതിയത് മാത്രമേ ഉള്ളൂ. ഈ വെണ്ടയ്ക്ക് നാടനാണോ ഫോറിനാണോ? നാടൻ. അതൊടിഞ്ഞപ്പോഴേ മനസ്സിലായി നാടനാണെന്ന്. അതെ, നാടൻ കഴിച്ചാ വയറ്റിളക്കം പിടിക്കുന്ന കരുണേട്ടൻ പറയാറ്. ഇതെന്താ വില? 30 രൂപ. അപ്പൊ ഇതോ? 42. ഇത് 27. ഇതോ? 32. എന്താ തീ പിടിച്ച വില? അതെ, ഇപ്പൊ മാർത്താണ്ടത്തുനിന്ന് പച്ചക്കറികളൊന്നും വരാറില്ലേ? ഇപ്പൊ മാർത്താണ്ടത്തുനിന്നല്ല വരുന്നത്, കാസർഗോഡ്ന്നാ. അല്ല, പെങ്ങൾക്കൊന്ന് പോവാൻ പറ്റുമോ? അയ്യോ, പോവാനോ? ഞാനതൊക്കെ മേടിക്കാൻ വന്നാ. അതെ, ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലേ? തരാൻ പറ്റില്ലെങ്കിലേ എനിക്ക് അതിന്റെ കാരണം അറിയണം. കാരണം പെങ്ങളുടെ പേരെന്താ? മണിക്കുട്ടി. എന്നാലേ മണിക്കുട്ടി എന്ന് പേരുള്ള ആർക്കും പച്ചക്കറി കൊടുക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. യൂണിയനോ? ഇത് സോവിയറ്റ് യൂണിയനാ? തന്റെ യൂണിയന്റെ മാറ്റം ഞാൻ നോക്കട്ടെ. കരേട്ടാ, യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഞാനോ? ഞാൻ എന്തിനെ മണിക്കുട്ടിയിൽ നിന്ന് ഓടി വിളിക്കണം? എനിക്കും തോന്നി എന്തിനാ എന്നെ കണ്ടപ്പോ ഓടുന്നത്. മാർക്കറ്റിൽ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. സൗന്ദര്യം കണ്ടിട്ടാവും. തീരെ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ ഓടിപ്പോന്നു. എന്തിന്? ഈ മുഖം കണ്ട കാണുന്നു വേണ്ടേ ഓടാൻ? കരുതിട്ട് എന്താ ആലോചിക്കുന്നേ? അല്ല, ദൈവം എന്തിനാ മണിക്കുട്ടിക്ക് ഇത്രയേറെ സൗന്ദര്യം വാരിക്കോരി തന്നത് എന്ന് ആലോചിക്കായിരുന്നു. അതെ, എനിക്ക് കുറച്ച് കാശ് വേണം. കാശ് പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ കൊണ്ടുവന്ന കാശൊന്നും തികയത്തില്ല. എന്ത് പച്ചക്കറി വാങ്ങിക്കാനാ? മത്തങ്ങ. വല്ല ക്യാബേജോ കാളിഫ്ലവറോ ഒക്കെ വാങ്ങിക്കഴിക്കുക. ശരീരത്തിന് അതാ നല്ലത്, തലയും തണുക്കും. ഇത് മത്തങ്ങയിലേക്ക് വിറ്റാമിൻസ് ഒന്നുമില്ല, വെറുതെ ചീർത്തിരിക്കും. നിന്നെ പോലെ ഒരു പറയണം. എന്നാ ഞാൻ പറയുന്നു, മത്തങ്ങ പായസം വെക്കാൻ നല്ലതാ. മത്തങ്ങ പായസം? വരികെ കണ്ടതാ, ഏലമ്മ ഫിലിപ്പോസ് എഴുതിയിരുന്നു. മത്തങ്ങ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര പാവ് കാച്ചി ഏലക്ക ചേർത്ത് ഇടിച്ച് അരിച്ച് തെളിച്ച് ഒക്കെ എടുത്ത് പായസം വെച്ച് വേണ്ട ആൾക്കാർ കേട്ടോ. വീട്ടിലോട്ട് വാ, വയറ് നിറച്ച് ഞാൻ പായസം തരാം. ഇനി അത് കുടിക്കാത്ത കുഴപ്പമുള്ളൂ, അല്ലെങ്കിലേ താമസം കക്കൂസില്ല. പുതിയ ബക്കറ്റിനും മഗ്ഗിനും ജോലിയായല്ലോ ദൈവമേ. ബക്കറ്റ് മഗ്ഗൊന്നും പറയാതെ കാശില്ല കാരണേട്ടാ. മുഴുവനും കൊണ്ടുപോയോ? ആ പോട്ടെ ചേട്ടാ, പായസം കുടിക്കാൻ വരണേ. നിന്റെ തല മത്തങ്ങ പോലായിരുന്നു നല്ലത്. ഉടളങ്ങ പോലായിരുന്നു. നീ ഉടളങ്ങ പായസം വെച്ചെന്ന് എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോടി. സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ മൂത്ത മകൾക്ക് സുന്ദരിയായ യുവതിയോട് ചേർക്കട്ടെ അച്ഛാ? അവരൊന്ന് കാണുമ്പോ തീരുമാനിച്ചോളും. എവിടെയാ നിർത്തിയ? മൂത്ത മകൾക്ക് 7 ചൊവ്വായുള്ള യുവാക്കളെ രക്ഷിതാക്കളിൽ നിന്നും. അയ്യോ, രക്ഷിതാക്കളല്ലല്ലോ, മക്കളല്ലേ കല്യാണം കഴിക്കണത്. അതുകൊണ്ടെന്താ? ഇതിങ്ങനെ അച്ചടിച്ച് വന്ന മൊത്തം ആപ്ലിക്കേഷനും തന്തമാരുടേതായിരിക്കും. അകത്തേക്ക് കയറല്ലേ, തോക്കിനകത്തേക്ക് കയറി വന്ന് വെടിവെക്കല്ലേ നിന്റെ പെറ്റുകളെ പോലെ. അങ്ങനെ മക്കളുടെ പ്രേമലേഖനമൊന്നും ഇവിടെ വേണ്ട. തന്തമാരയച്ചിരുന്ന് ജാതക കുറിപ്പ് മതി. പറഞ്ഞ മനസ്സിലായോ? എവിടെ നിർത്തിയ? 7 ചൊവ്വയുള്ള യുവാക്കളുടെ രക്ഷിതാക്കന്മാരിൽ നിന്നും. ഈ ചൊവ്വയും ബുധനും കേട്ട് കേട്ട് ഞാൻ മടുത്തു. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ പേപ്പർ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. തന്റെ വീട്ടിൽ കയറി വരുമ്പോ ഒരു മൃഗശാലയിൽ കയറി വരുന്ന ഫീലിംഗാ. ഒരു കാണ്ടാമൃഗം അമ്മാവൻ, ഹിപ്പപ്പൊട്ടാമസ് അമ്മായി, ഒരു ഈനാമ്പേച്ചി മോള്, കുട്ടിക്കുരങ്ങൻ അനന്തരവൻ. അതോടെ എന്താ പറയാത്തത്? സമ്മതിച്ചു, കുരങ്ങൻ തന്നെ. പക്ഷെ സ്നേഹവും ആത്മാർത്ഥതയുള്ള കുരങ്ങന. അല്ലെങ്കിൽ പിന്നെ തന്റെ വാക്കും കേട്ട് ആ സ്വയംവരാനന്ദ സ്വാമി തിരുവടികളെ കാണാൻ ഇതേപോലെ പുറപ്പെടുവോ? സ്വാമിയെ കളിയാക്കൊന്നും വേണ്ട. കുന്നുംപുറത്തെ മാളുവടുത്ത് എന്നോട് സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ആഴ്ച ചേട്ടത്തെ ഭാർഗവൻ ചേട്ടൻ കെട്ടി. എന്തോ എനിക്ക് ഈ കള്ളസ്വാമിമാരിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഈശ്വര വിശ്വാസം ഉണ്ട് മനസ്സിൽ, അത് മതി. ഒന്ന് പോയി കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം കൂടി നടന്നു കിട്ടാൻ വേണ്ടിയ ഈ വഴിപാട്. വഴിപാടൊക്കെ ഉണ്ടോ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. സ്വാമിയെ ചെന്ന് കണ്ട് പേരും നാളും പറഞ്ഞു ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. നക്ഷത്രം? ഭരണി. പേര്? കരുണേട്ടൻ. എല്ലാ ചൊവ്വാഴ്ചയും അർദ്ധരാത്രി കുളികയും നീറൻ പെറ്റെടുത്ത് ഉരുവിട്ട് തന്ന മന്ത്രങ്ങളൊക്കെയും 14 ആവർത്തി ഉരുക്കഴിക്കാറുണ്ടല്ലോ. സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഉരിയാടാൻ പാടില്ല. ഇല്ല സ്വാമി, ഇതും കയ്യുടെ. ഗോകർണത്തിൽ നിന്നും കൊണ്ടുവന്ന അഷ്ടചൂർണ ഇത് തേനിൽ ചാലിച്ച് കരുണേട്ടന്റെ നാവിൽ 3 തവണ തൊട്ടുകൊടുക്കണം. അതും അർദ്ധരാത്രി 12 മണിക്ക്.
അതിനടുത്ത ദിവസം തന്നെ കല്യാണ നിശ്ചയം ഫലം. അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള ചൂർണ. ശരി സ്വാമി. മിണ്ടരുത്. അതെ സ്വാമി, കാര്യം ചോദിച്ചതേ. അതെ, കരുണേട്ടന് നാവ് നീട്ടിക്കിട്ടണ്ടേ. നീട്ടിക്കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വഴി തന്നെ നോക്കാം അല്ലേ? ചേച്ചി മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയത് സ്വാമി കാണാനാ? ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയായിരിക്കും അല്ലേ? എന്ത് പറ്റി ചേച്ചി? അതെ, കല്യാണത്തിന്റെ കാര്യത്തിൽ കരണമാവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, അറിഞ്ഞോ? ഇല്ല. കരണമാവൻ മണക്കുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളാന്ന് സമ്മതിച്ചിരിക്ക, സത്യം ചെയ്തിരിക്ക. ഭഗവതി, സ്വാമിയുടെ ഗോകർണത്തിലെ ചൂർണ്ണം എന്നെ രക്ഷിച്ചു. ഇനി ഇതിന്റെ ആവശ്യം എനിക്കല്ല, നിങ്ങൾക്കാ. ഇതാ വെറുതെ. ഹരിയേട്ടൻ പറഞ്ഞ സത്യാണോ? എവിടെ? ഇന്ന് പലതും നടക്കും. അയ്യോ, ഹരിയേട്ടൻ നാക്കും നെട്ടിക്കേ. എന്തിന്? ഇത് തേക്കാൻ. ആദ്യം ഈ ചൂർണം നിന്റെ അമ്മയുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ അച്ഛന്റെ നാക്കിൽ തേച്ചു കൊടുക്കാൻ പറ. അല്ലെങ്കിൽ നിന്റെ ചേച്ചിക്ക് കോളേജ് അഡ്രസ്സിൽ അയച്ചു കൊടുക്ക. എന്റെ ദൈവമേ, വാടൻ കൂർക്കം വലിച്ചുറങ്ങുകയാകണേ. നമ്മളാ തള്ളിയുടെ മുമ്പിൽ ചെന്ന് ചാടുവോ? അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ മതിൽ ചാടി കിടന്ന് സിനിമ കാണാൻ പോണ്ടെന്ന്. ഇന്നുകൊണ്ട് കഴിയില്ല ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ. ഈ ത്രില്ലൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കിട്ടുമോ മോളെ? വാ.